നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് കിനാത്തിൽ ഉണ്ണികൃഷ്ണ ക്ഷേത്രമാണ്. നല്ല പായസം കിട്ടും ഇവിടെ. എന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച നമ്പൂരി മാഷുണ്ട്. നമ്പൂരി മാഷ കുടുംബത്തിൻ്റെയാണ് ക്ഷേത്രം. പറഞ്ഞു വന്നത് ഉദനൂർ സ്കൂളിൻ്റെ അടുത്തുണ്ടായിരുന്ന കോട്ടൽ കമ്പ്യൂട്ടർ ഈ റൂട്ടിലേക്ക് അമ്പലത്തിൻ്റെ അടുത്തേക്ക് മാറി. നിനക്ക് ചിക്കൻ കറി വേണോ അതോ ബീഫ് കറി വേണോ? ബീഫ് വേണോ? ഇതിൽ ഷെയർ ഓക്കെ. അല്ല, ഇത്രയല്ലേ ബീഫ് ഉണ്ടാവും, അത് ചിക്കൻ. ചിക്കൻ കറി. സാധാരണ ബീഫ് ചെറിയ കടകളിൽ ചെറുതായി മുറിക്കപ്പെടുന്നു. നിന്റെ ഖത്തറിൽ അങ്ങനെയല്ല? ബീഫ് വലിയ പീസ് ഉണ്ടാവും. മോളെ, ഇതാണ് പൊറോട്ടയും ഇറച്ചി. ഇതാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ദേശീയ ആഹാരം. സൂപ്പർ ഗുഡ്. ചിക്കൻ സൂപ്പറാണോ? ബീഫാണ് പൊളി. പണ്ട് രവിയേട്ടൻ തുടങ്ങുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കാം. അന്നേരം ഇവിടെയല്ല. ആക്ച്വലി ചിക്കൻ കറി വാങ്ങിക്കണ്ടായിരുന്നു. ചായ ഉണ്ടോ? ചായ വേണോ നിനക്ക്? നോ ചായ? അതോ നിങ്ങളുടെ ഖത്തറിലാരും ഉച്ചക്ക് ചായ കുടിക്കില്ല? എനിക്കിഷ്ടമല്ല. പക്ഷെ അത് ഖത്തറിൽ പൊതുവായി കാണപ്പെടുന്നൊരു സംഭവമല്ല. അത് നിനക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ? ഒരു ബീഫും കൂടെ മേടിക്കാണേ. ഒരു ബീഫും കൂടെ. യെസ്. ആ പൊറോട്ട സൈഡാക്കാം. ദിസ് ഈസ് ഫോർ യു, ഓൾ ബീഫ്. സ്കൂളിൽ പോയിട്ട് എല്ലാവരോടും പറയണുണ്ടോ? കേരളം എന്ന് പറയുന്നൊരു നാടുണ്ട്, അവിടെ ഇങ്ങനെ പൊറോട്ടയും ബീഫും കിട്ടും. ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നും നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടോ? എന്നാലും കർണാടക ഉണ്ടല്ലേ. വയനാട്ടിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആക്ച്വലി ഇതേപോലെ ഒരു പൊറോട്ട ബീഫ് കടയുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എവിടുന്ന് വരും അറിയാം? കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ബീഫ് കഴിക്കാൻ. അവരുടെ നാട്ടിൽ കിട്ടില്ല.
പൊറോട്ട, ഈ ഗ്രേവി, ഈ ബീഫ്. ദാറ്റ് ഈസ് സൂപ്പർ. കഷ്ണുള്ളി വേണം, ഒരു കഷ്ണുള്ളി, ഇത് നോട്ടെ. മൂന്നാമത്തെ പൊറോട്ട കഴിക്കണം, ബീഫ് തീർക്കാൻ. അപ്പോൾ ബീഫ് എങ്ങനെ തീർക്കും? ഇത്തിരി എടുക്കണ്ട. വളരെ ചൂടല്ല. നെക്സ്റ്റ് വെക്കേഷന് വരുമ്പോൾ ഈ പൊറോട്ട ബീഫ് സ്റ്റോറി പറഞ്ഞിട്ട് ഇതിലൂടെ കഴിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോണ്ട് വരണം കേട്ടോ. We have a all Kerala പൊറോട്ട ബീഫ് ടൂർ. ചൂടാ. ഒന്ന് ബാക്കി വെച്ചുകൂടാം. എടുത്തു കിട്ടേ. പണ്ട് ടൈറ്റാനിക് മുങ്ങിയപ്പോഴും അങ്ങനെയായിരുന്നു. ചിൽഡ്രൻ ഫസ്റ്റ്. ചായ. പാല് കുറഞ്ഞ ചായ. ഇച്ചിരി പാല് കുറഞ്ഞ ചായയല്ല, ഇതാണ് കറക്റ്റ് അളവ്. ഇങ്ങനെയൊക്കെ ഒരു AC റെസ്റ്റോറൻറ്റ് കൊടുക്കാൻ ഇന്ന് ആർക്കും ധൈര്യമില്ല. കാരണം കസ്റ്റമേഴ്സ് പാല് കുത്തിക്കീറ്റ് ചായ കുടിച്ച് ഇവിടെ അത് ശീലിച്ചു. ഇനി ഇത് പോരായിട്ട് ഗൾഫിലും പരിചയമുള്ളവർക്ക് നന്നായിട്ട് അറിയാം. റബ്ബർ പാലിൻ്റെ ചായ കിട്ടുമല്ലോ അവിടെ, മറ്റേ കണ്ടൻസ് മിൽക്ക്. അതാണ് അതിൽ ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഓൾറെഡി ഒരു മടുപ്പിക്കുന്ന മധുരമുണ്ട്. അത് പിന്നെ പഞ്ചാര ഇടും. എന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാരിയിട്ടിട്ട് പറയും സാഫ്രൻ ടീ എന്നൊക്കെ. കഴിച്ചിട്ടില്ലേ? You never had tea made of condensed milk in Qatar? You know, from roadside shops and little paper bags, paper cups. ചായ കുടിക്കാറില്ല. Don't like tea. സോ പൊറോട്ട, ബീഫ്, അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്രേവി, ചായ. നൈസ്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് തന്നെ അടുത്ത തവണ വിൽ ഗോ ഓൺ എ ടൂർ, പൊറോട്ട ബീഫ് ടൂർ. എഗ്രി? ഈ വിറകല്ല ഇന്നല്ലെങ്കിൽ നാളെ ബീഫിലേക്കും പൊറോട്ടയിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണ്. എന്താ അല്ലേ?